ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല മുരിഞ്ഞ ദോശയും വളരെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാലയാണ് ഇവിടെ റെഡിയാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാം അളന്നെടുത്തിട്ടുള്ളത്. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വൈറ്റ് കുറുവ റൈസ് ഉണ്ടല്ലോ, ഇതൊരു 1/2 ഗ്ലാസ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവ, 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ 2 ഗ്ലാസ് പച്ചരി. ഇതെല്ലാം ഞാനൊരു 8 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ പച്ചരി മുഴുവനായിട്ടും മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സെയിം ജാറിലോട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കുറുവ റൈസ്, ഉലുവ, അതുപോലെ തന്നെ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതും അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു മാവ് കൈവച്ചും ഒരു 5 മിനിറ്റോളം നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് മാവ് നല്ലപോലെ പതഞ്ഞ് വരാനും ദോശ നല്ല പെർഫെക്റ്റായി കിട്ടാനുമാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഒരു 10 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഇപ്പോൾ ഇതാ 10 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലപോലെ തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നേരെ മാവിലോട്ട് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. റവ ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ ദോശ എക്സ്ട്രാ ക്രിസ്പിയും ടേസ്റ്റും ആയിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 വറ്റൽമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാം. ഇതിലോട്ട് 2 വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു മസാല ദോശ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇതിലോട്ടൊരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരട്ടെ. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ക്യാരറ്റ് എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 പൊട്ടറ്റോ മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത്. മസാല നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ ദോശയ്ക്കുള്ള മസാല കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം. തവ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ദോശ ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഈ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ദോശ കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ശേഷം ഇത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.